മാനവരാശിക്ക് എക്കാലത്തും ചരിത്രത്തിലെന്നും മാർഗദർശികളുണ്ടായിട്ടുണ്ട്, മാതൃകാ പുരുഷന്മാരുണ്ടായിട്ടുണ്ട്, റോൾ മോഡലുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ നീങ്ങിയ വഴികളിലൂടെ നടന്നവർ, സഞ്ചരിച്ചവർ, അവരാണ് വിജയിച്ചവർ. മാതൃകകളെ മറന്നേക്കരുതേ, റോൾ മോഡലുകളെ അവഗണിച്ചേക്കരുതേ, പ്രവാചകന്മാരുടെ പാതയെ മറന്നേക്കരുതേ. ഇൻഹിയ, കുൽ പറയുക അവരോട്, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഇതിന് ഒരു കൂലിയും നിങ്ങൾ തരണ്ട. ഈ വലിയ സന്മാർഗത്തിൻ്റെ പാത നിങ്ങൾക്ക് കാട്ടിത്തരുന്നതിന് പകരമായി നിങ്ങൾ എനിക്കൊരു കൂലിയും തരണ്ട. ഈ വലിയ വഴി നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുന്നതിന് പകരമായി. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ഇത് മുഴുവൻ ലോകത്തിനുമുള്ള ഉത്ബോധനമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ അത്ഭുതത്തെക്കുറിച്ച് മലയാളത്തിലെ സാഹിത്യകാരൻ സക്കറിയ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ വലിയ ഇഷ്ടമാണ്, ഞാൻ മതത്തിൻ്റെ ആളൊന്നുമല്ല, മുഹമ്മദിൻ്റെ അനുയായിയുമല്ല. പക്ഷേ മുണ്ടുടുക്കുന്നതിൻ്റെ നീളം മുതൽ മുടി മുറിക്കുന്നതിൻ്റെ നീളം വരെ, മീശ മുറിക്കുന്നതിൻ്റെ നീളം വരെ, തുപ്പുന്നതിൻ്റെ രീതി പോലും സ്വന്തം അനുയായികളെ പഠിപ്പിച്ച ഒരു നേതാവിനെ ഞാൻ അദ്ദേഹത്തിൽ കാണുന്നു. മാതൃകയെ റോൾ മോഡലായി ഈ ലോകത്തിൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ ഉയർന്നു നിൽക്കുന്നതാണ് എൻ്റെ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന്. അതുപോലൊരു വ്യക്തിത്വത്തെ ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇബ്രാഹിമിൽ തുടങ്ങിയതാണ്. ഈ മാതൃകകളെ ഇസ്ലാമിക ലോകം എന്ന് വലിച്ചെറിഞ്ഞുവോ അന്നാണ് നമ്മുടെ അപജയം തുടങ്ങിയത്. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകില്ല, ഇതിലൊക്കെയാണോ കാര്യം. പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലോകം ഹജ്ജിൻ്റെ തീവ്രമായ ഓർമ്മകളിലും ഓർമ്മ പുതുക്കലുകളിലും ഹജ്ജ് പകർന്നു തന്ന ഈമാനികമായ ചൈതന്യം നമ്മുടെ ജീവിതത്തിൻ്റെ മരണം വരെയും എങ്ങനെ നിലനിർത്തണമെന്ന വളരെ ഗൗരവപൂർണമായ ആലോചനകളിലും കൂടി നാം കടന്നു പോകുമ്പോൾ ഹജ്ജിൻ്റെ കേന്ദ്രപുരുഷനായി വർത്തിക്കുന്ന മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരേ ഒരു പദ്ധതി എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറയുകയുണ്ടായി. അഥവാ നമുക്ക് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമുക്ക് മാതൃക ഉണ്ടായിരിക്കണം എന്നത് തന്നെയാണ് നമുക്ക് വഴി തെറ്റാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള നമ്മുടെ ഒരേ ഒരു ഉപായം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാതൃകകളെ മറന്നതാണ് ലോകത്തിന് സംഭവിച്ച വലിയ അപജയമെന്നും ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ വഴികളെ തന്നെ നിങ്ങൾ തുടരണമെന്ന് നമ്മോട് പറയപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പരിശുദ്ധരായ പ്രവാചകന്മാരെ എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷം എല്ലാ പ്രവാചകന്മാരെയും ഇബ്രാഹിമിയ പാരമ്പര്യത്തിൽ വന്ന ആ നബിമാരെ മുഴുവൻ ഒന്നൊന്നായി എണ്ണി പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, വമിൻ ആബാഇഹിം വദുർരിയാതിഹിം വഇഖ്വാനിഹിം വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം. വമിൻ ആബാഇഹിം, നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരുടെ പിതാക്കന്മാരിൽ നിന്നും, വഇഖ്വാനിഹിം അവരുടെ സഹോദരന്മാരിൽ നിന്നും, വദുർരിയാതിഹിം അവരുടെ സന്താനങ്ങളിൽ നിന്നും, വജ്തബൈനാഹും നാം തിരഞ്ഞെടുത്തു, മാതൃകകളെ തിരഞ്ഞെടുത്തു, മാർഗദർശികളെ തിരഞ്ഞെടുത്തു, വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, എന്നിട്ട് നാം അവരെ നേരായ മാർഗത്തിലേക്ക് വഴികാട്ടി കൊടുക്കുകയും ചെയ്തു. നേരായ മാർഗം അള്ളാഹു നിശ്ചയിച്ച അതാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി. സിറാത്ത്, സിറാത്ത് സ്ട്രീറ്റ്, യഥാർത്ഥ സ്ട്രീറ്റ് അത് സിറാത്ത് മുസ്തഖീമാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന മുസ്തഖീമായ വഴിയിലേക്ക്, തെറ്റാത്ത പാതയിലേക്ക് നാം ഈ പ്രവാചകന്മാർക്ക് വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നാം ചോദിക്കുന്ന വഴി ആ നബിമാരെയാണ് നാം കാട്ടിക്കൊടുത്തത്. അഥവാ നേർവഴിയിലൂടെ സഞ്ചരിച്ച്
വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ നബിമാരുടെ വഴിയെ കാണാതിരുന്നുകൂടാ. നബിമാർ എങ്ങനെയായിരുന്നു എന്നതാണ് നാം പഠിക്കേണ്ടത്. നബിമാർ എന്ത് ചെയ്തു? നബിമാർ നമുക്ക് മുമ്പിൽ വെച്ച മാതൃക എന്താ? നബിമാർ നമ്മെ കാട്ടിത്തന്ന വഴികൾ എന്താ? അങ്ങനെ ആലോചിച്ചും ആ വഴിയെ പിന്തുടരുന്നവരുടെ പാതകളെ പിന്തുടർന്നുമാകണം നാം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കേണ്ടത്. വിജയത്തിൻ്റെ വഴി നബിമാരുടെ വഴിയാണ്. മറ്റൊരു വഴിയും അന്തിമമായി വിജയത്തിൻ്റെ വഴിയല്ല. നബിമാരോട് ഏറ്റുമുട്ടിയ ധിക്കാരികളൊക്കെ ഈ ലോക ചരിത്രത്തിൽ നിഷ്പ്രഭരായിപ്പോയി എന്ന് നമുക്കറിയാം. അറിയാമല്ലോ, നമുക്ക് ലോകത്തെ പ്രവാചകന്മാരോട് ഏറ്റുമുട്ടിയ എത്രയോ പേർ. മൂസ നബിയോട് ഏറ്റുമുട്ടിയ ഫറോവ, തൻ്റെ സ്മരണകൾ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി അവർ ചെയ്ത അത്യധ്വാനത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇന്നും ഈജിപ്തിൻ്റെ നെഞ്ചത്ത് പരന്നും ഉയർന്നു നിൽക്കുന്ന പിരമിഡ് എന്ന് പറയുന്ന വലിയ കുംഭഗോപുരങ്ങൾ അല്ലെങ്കിൽ സ്തൂപഗോപുരങ്ങൾ. നമുക്കിന്നും പോയാൽ കാണാം. അവരുടെ ഓർമ്മകൾ മാഞ്ഞു പോകാതിരിക്കാൻ, അവരുടെ സ്മരണകൾക്ക് മരണമുണ്ടാകാതിരിക്കാൻ അവരെന്തെല്ലാം ഏർപ്പാടുകൾ ജീവിതകാലത്ത് ചെയ്തു എന്ന് നമുക്കറിയാം. ലോകത്തവരുടെ എന്തെല്ലാം അടയാളപ്പാടുകൾ അവശേഷിപ്പിക്കാൻ ശ്രമിച്ചു എന്നറിയാം. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ലോകത്ത് ഇന്ന് ജീവിക്കുന്നത്. ഫിർഔനിൻ്റെ ഓർമ്മകൾ മാഞ്ഞുപോയ ലോകമാണിത്. ഫിർഔനിൻ്റെ പേര് പറഞ്ഞ് അഭിമാനിക്കാൻ ആരുമില്ലാത്ത ലോകമാണിത്. ആരെങ്കിലും ഫറോവയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അത് ശപിക്കാൻ വേണ്ടി നാം മാത്രമാണെന്നതാണ് സത്യം, അല്ലേ? ലോകത്ത് നിലനിൽപ്പിന് വേണ്ടി തൻ്റെ എല്ലാ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കി വയ്ക്കുകയും അതുപയോഗിച്ചുകൊണ്ട് തൻ്റെ സ്മരണകളെ ഉയർത്തിപ്പിടിക്കാൻ 60ഓളം പിരമിഡുകൾ ചിതറിക്കിടക്കുന്നു. ഈജിപ്തിൽ പോയാൽ നമുക്കിന്നും കാണാം. ആ ഒരു പിരമിഡിലേക്ക് എത്രയോ 100 കണക്കിന് മീറ്റർ ഉയരമുള്ള ആ പിരമിഡിലേക്ക് ഉയർത്തി വയ്ക്കപ്പെട്ടിരിക്കുന്ന കല്ലുകൾ എങ്ങനെയാണ് ഉയർത്തി വെച്ചത് എന്നത് ഇന്നും ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അത്രയും ഭാരമുള്ള കല്ലുകൾ അത്രയും ഉയരത്തിലേക്ക് വളരെ കൃത്യതയോടുകൂടി എങ്ങനെ അടുക്കി വയ്ക്കാനാവും? ഇന്നത്തെ ഒരു ടെക്നോളജിക്ക് പോലും അത്രയും ഭാരമേറിയ കല്ലുകൾ അത്തരം ഉയരത്തിൽ ആ കൃത്യതയോടുകൂടി അടുക്കി വയ്ക്കാനാവില്ല. പിന്നെ എങ്ങനെ അത് സാധ്യമായി? അപ്പം അത്രയും വലിയ സാങ്കേതികതയെ കൈവശം വെച്ചവർ, അത്രയും വലിയ ഭൗതിക അള്ളാഹു പറഞ്ഞതും സൂറത്തുൽ ഫജ്റിൽ ഹജ്ജിൻ്റെ നാളുകൾ ഓർമ്മിപ്പിക്കുമ്പോൾ പിരമിഡുകളുടെ തമ്പുരാനായ ഫറോവയും ഔത്താദ്, ആണി പോലെ സ്തൂപം പോലെ ഉയർന്നു നിൽക്കുന്ന ആ വലിയ ഗോപുരങ്ങൾ പണിതവൻ ഔത്താദ്, പിരമിഡുകളുടെ തമ്പുരാൻ ദിൽ ഔത്താദ്, ആ ഫിറഔനും ഒക്കെ അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവരവരുടെ അധികാരം കൊണ്ട് ലോകത്ത് ആവോളം അക്രമം പ്രവർത്തിച്ചവരായിരുന്നു. പക്ഷേ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത്ത അദാബ്, അള്ളാഹു അവൻ്റെ ശിക്ഷയുടെ ചമ്മട്ടി ചാട്ടവാർ അവർക്കുമേൽ ചൊരിഞ്ഞുവല്ലോ. നിലനിന്നില്ലല്ലോ ഫിറൗൻ. ഇന്ന് ഫിറൗനെയും കാണാം. ഈ വിനീതൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഫറോവയുമുണ്ട് അവിടെ. ഈജിപ്തിലെ റോയൽ മ്യൂസിയത്തിൽ അതുണ്ട്. അപ്പോൾ ഈ ധിക്കാരികളൊക്കെ പ്രവാചകന്മാരുടെ വഴിമറന്നവരുമായി വെല്ലുവിളിക്കാൻ സന്നദ്ധമായവർ ലോക ചരിത്രത്തിൽ നിഷ്പ്രഭരായരാതാണ്. ലോകത്തിൻ്റെ ചരിത്രമെങ്കിൽ സിറാത്തും മുസ്തഖീം, വിജയിക്കുന്ന വഴി, നേരിൻ്റെ വഴി, പടച്ചവൻ്റെ പൊരുത്തത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചവർ ഈ നബിമാർ മാത്രമാണ്. അതുകൊണ്ട് നബിമാരെ മാതൃകയാക്കുക. ആ നബിമാരുടെ കുലപതിയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാതൃകയാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞെന്താ? ഇത്തബിഉ മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിൻ്റെ അതേ സരണിയെ തുടരുക നബിയെ എന്ന അള്ളാഹുവിൻ്റെ നബിയോട് പോലും. അപ്പോൾ ഈ ലോകത്ത് നേരിൻ്റെ വഴി ഒത്തിരി ഒന്നുമില്ല. ബുദ്ധിമാന്മാർ കണ്ടെത്തിയ വഴിയൊന്നും നേരിൻ്റെ വഴിയാവുകയുമില്ല. നേരിന് ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയിലൂടെയാണ് ജീവിതത്തിൽ വിജയിച്ച എല്ലാവരും നടന്നത്. ഇബ്രാഹിം നടന്ന വഴി, ഇസ്ഹാക്ക് നടന്ന വഴി, ഇസ്മായിൽ നടന്ന വഴി, യാക്കൂബ് നടന്ന വഴി, യൂസുഫ് നടന്ന വഴി, അവരെല്ലാം അള്ളാഹു
ഈ സൂറത്തിൻ്റെ മുകളിൽ പരാമർശിക്കുന്നുണ്ട്. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ വകുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇവർക്ക് നൽകിയതുപോലെയാണ് നാം മുഹ്സിനീങ്ങൾക്ക്, ഉപകാരികൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇവരെയൊക്കെ എങ്ങനെ നാം അനുഗ്രഹിച്ചുവോ ഈ ലോകത്ത്, അവരുടെ സ്മരണകളെ നാം നീണാൾ നിലനിർത്തിയോ, അങ്ങനെയാണ് നാം മുഹ്സിനീങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്. കണ്ടുപഠിച്ചോളൂ. നബിമാരെ നാം എങ്ങനെ ലോകത്തിൻ്റെ നെറുകയിൽ ഉദിപ്പിച്ചു നിർത്തിയിരിക്കുന്നുവോ, അതുപോലെയാണ് നന്മ ചെയ്തവരെ നാം അവർക്ക് പ്രത്യുപകാരം ചെയ്യുന്നത്. വസക്കരിയ വയഹ്യ വഈസ വഇല്യാസ് കുല്ലും മിനസ്സാലിഹീൻ. ഇവരൊക്കെയും സാലിഹ്യങ്ങളിൽപ്പെട്ടവരായിരുന്നു. എല്ലാവർക്കും ഒരു വഴി, പല വഴിയൊന്നുമില്ല. ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, ദൈവത്തിലേക്ക് എത്താൻ പല വഴികളാണ്. ഓരോരുത്തരും അതാത് വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിലേക്ക് എത്തുന്നു. ആരും ദൈവത്തിലെത്തിയിട്ടില്ല. ഒറ്റ വഴിയിലൂടെ നടന്നവരേ ദൈവത്തെ കണ്ടെത്തിയിട്ടുള്ളൂ. യഥാർത്ഥ ദൈവത്തിൻ്റെ, യഥാർത്ഥ അള്ളാഹുവിൻ്റെ അസ്തിത്വം കണ്ടെത്തിയവരെല്ലാം ഒരു വഴിയെ തന്നെ സഞ്ചരിച്ചവരാണ്. അവരെല്ലാം സാലിഹ്യങ്ങളിൽപ്പെട്ടവരായിരുന്നു. വൈസ്മാഈല വൽയസഅ വയൂനുസ വലൂത്ത കുല്ലൻ ഫളൽനാ അലൽ ആലമീൻ. ഇവരെയൊക്കെ ലോകത്തിൻ്റെ നെറുകയിൽ നാം ഉത്കൃഷ്ടരായി പ്രതിഷ്ഠിച്ചു, അല്ലേ? ഇവർക്കാർക്കെങ്കിലും ലോകത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനഹാനിയുണ്ടോ? അന്തസ്സിൻ്റെ നെറുകയിലല്ലേ അള്ളാഹു അവർക്കെല്ലാം സ്ഥാനം നൽകിയത്. അവരുടെ ശത്രുക്കൾക്കോ അങ്ങനെയാണോ? ഫറോവയുടെ സ്ഥിതി എന്താണ്? നമ്രൂദിൻ്റെ സ്ഥിതി എന്താണ്? അത്തരം ഒരുപാട് ധിക്കാരികൾ വന്നുപോയി. അവരെ ഓർക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇവരെയെല്ലാം ലോകത്തിൻ്റെ നെറുകയിൽ നാം പ്രതിഷ്ഠിച്ചില്ലേ? ഒമിൻ ആബാഇഹിം. ഇങ്ങനെ അവരെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, ഉലൈകല്ലദീന ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വന്നുബുവ. അവരോരോരുത്തർക്കും നാം ഗ്രന്ഥം നൽകി, വൽ ഹുക്മ തത്വജ്ഞാനവും നൽകി, വന്നുബുവ പ്രവാചകത്വവും നൽകി. ഗ്രന്ഥവും തത്വജ്ഞാനവും പ്രവാചകത്വവും ഇവർക്ക് നൽകിക്കൊണ്ട് ഇവരെ നാം നേർമാർഗത്തിലൂടെ നടത്തി. അവരുടെ വഴിയെ നടന്നവർ വിജയിച്ചു, അവരും വിജയിച്ചു. അവർ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിതരായി. നബിമാരുടെ വഴി അതാ. ഒരു നബിയും നബിയുടെ വഴിയെ പോയവരും ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ല. നബി അല്ലാത്തവരും നബിയുടെ ശത്രുക്കളും അവരുടെ വഴിയെ പോയവരും വിജയിച്ചിട്ടുമില്ല. ലോകചരിത്രം അതിന് സാക്ഷിയാ. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഉലൈകല്ലദീ ഫഇൻ യക്ഫുറു ബിഹാ ഹഉലാഇ ഫഖദ് വക്കൽനാ ബിഹാ ഖൗമൻ ലൈസൂ ബിഹാ ബികാഫിരീൻ. ഈ കൂട്ടർ, ഈ ജനത, നബിയെ അങ്ങയോട് ഏറ്റുമുട്ടുന്ന ഈ ജനത ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ, ഫഖദ് വക്കൽനാ ബിഹാ ഖൗമ, നാം ഒരു ജനതയെ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് ഏറ്റെടുക്കാൻ, ഈ സത്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇവരില്ലെങ്കിൽ വേണ്ട നബിയെ, ഈ മക്കയിലെ മുശ്രിക്കുകൾ ഇല്ലെങ്കിൽ വേണ്ട, അവരെ വിട്ടേക്കൂ നബിയെ. ഒരു സമൂഹത്തെ ഈ മഹത്തായ ദൗത്യത്തിൻ്റെ തുടർച്ചക്കാരായി ഏറ്റെടുത്ത് അവരെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി നാം കണ്ടുവച്ചിട്ടുണ്ട്. ഖൗമൻ ലൈസൂ ബിഹാ ബികാഫിരീൻ. അവർ ഒരിക്കലും നിഷേധികളായിരിക്കില്ല, അവർ സത്യത്തെ നിഷേധിക്കുകയില്ല. അങ്ങനെ ഒരു ജനതയെ നാം കണ്ടുവച്ചിട്ടുണ്ട്. ഈ ദൗത്യം ഏൽപ്പിക്കാൻ അല്ലാഹു പറയാണ്. എന്നിട്ട് പടച്ചോൻ പറയാ, ഉലൈകല്ലദീന ഹദല്ലാഹ്, അവരാകുന്നു അള്ളാഹു ഹിദായത്ത് നൽകിയവർ. അള്ളാഹു സന്മാർഗം നൽകിയത് അവരാണ്, വേറെ ആരുമല്ല. അള്ളാഹു സന്മാർഗം കൊടുത്തത് ഈ നബിമാർക്കാണ്. ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. അവരുടെ സന്മാർഗത്തെ, അവരുടെ ആ വഴിയെ, നബിയെ അങ്ങും തുടരുക. ആരുടെ വഴിയെ? ആ മഹാരാത്മാരായ നല്ലവരായ മനുഷ്യരുടെ വഴിയെ. എന്താണ് ഈ പറയുന്നത്? മാനവരാശിക്ക് എക്കാലത്തും ചരിത്രത്തിലെന്നും മാർഗദർശികൾ ഉണ്ടായിട്ടുണ്ട്, മാതൃകാ പുരുഷന്മാരുണ്ടായിട്ടുണ്ട്, റോൾ മോഡലുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ നീങ്ങിയ വഴികളിലൂടെ നടന്നവർ, സഞ്ചരിച്ചവർ, അവരാണ് വിജയിച്ചവർ. മാതൃകകളെ മറന്നേക്കരുതേ, റോൾ മോഡലുകളെ അവഗണിച്ചേക്കരുതേ, പ്രവാചകന്മാരുടെ പാതയെ മറന്നേക്കരുതേ. ഇൻഹിയ
കുൽ പറയുക അവരോട്, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഇതിന് ഒരു കൂലിയും നിങ്ങൾ തരണ്ട. ഈ വലിയ സന്മാർഗത്തിൻ്റെ പാത നിങ്ങൾക്ക് കാട്ടിത്തരുന്നതിന് പകരമായി നിങ്ങൾ എനിക്കൊരു കൂലിയും തരണ്ട. ഈ വലിയ വഴി നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുന്നതിന് പകരമായി. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ഇത് മുഴുവൻ ലോകത്തിനുമുള്ള ഉത്ബോധനമാണ്. മുഴുവൻ ലോകവും ഏറ്റെടുക്കേണ്ട ഉത്ബോധനം ഇതാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകളിൽ, ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകളിൽ മുഖരിതമായ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗസ്മരണകളിൽ മുഖരിതമായ ഹജ്ജ് കഴിഞ്ഞു. ഇനി നമ്മുടെ ജോലി എന്താ? ഹജ്ജ് കഴിഞ്ഞു, ഇനി കുറേ കാലത്തേക്ക് റെസ്റ്റാണ്. ഇനി അടുത്ത റമദാൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകൂടി നമുക്കൊന്ന് ഉണരണം. അടുത്ത റമദാൻ വരെ ഇനി നമുക്ക് റെസ്റ്റാണ് എന്ന് നാം കരുതിയോ എങ്കിൽ പിഴച്ചു. നാം എവിടെയാണ് നമുക്ക് തെറ്റിയത്? അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ വഴികളെ നാം മറന്നുകൂടാ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറേ മാതൃകകളുണ്ട് ഇവിടെ. ഇബ്രാഹിം നബിയുടെ മാതൃകകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ ഫിത്രത്തു ഖംസ്, മനുഷ്യൻ്റെ സഹജമായ പ്രകൃതി വാസനകൾ 5 എണ്ണമുണ്ട്. ഈ ഹദീസിൽ 5 എണ്ണം എന്ന ഒന്ന് അൽ ഖിത്താൻ, ചേലാകർമ്മം ചെയ്യൽ അതിൻ്റെ ഭാഗമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയുടെ ഭാഗമാണ് ചേലാകർമ്മം. നമ്മൾ എത്ര കണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റണമെന്ന് ഇസ്ലാമിക പാരമ്പര്യത്തിന്, ഇസ്ലാമിക സമൂഹത്തിന് നിർബന്ധമുണ്ട് എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഈ ഹദീസിലുള്ള ഈ കാര്യം നമ്മളെല്ലാവരും പിൻപറ്റുന്നവരാ, അല്ലേ? ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി മുസ്ലിം ലോകത്ത് ആരുമില്ല. കാരണം അത് ഇബ്രാഹിം നബിയുടെ ചര്യയാണ്. അല്പം വേദന നിറഞ്ഞ പ്രയാസകരമായ ആ ചര്യയെ പോലും ഒരു കാരണവശാലും കൈവിടാതെ പിന്തുടരണമെന്ന കാര്യത്തിൽ ഇസ്ലാമിക ലോകത്തിന് നിർബന്ധമുണ്ടായെങ്കിൽ ഇബ്രാഹീമിൻ്റെ ഏതെങ്കിലും ചര്യയെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? പറ്റുമോ? ഇബ്രാഹീമിൻ്റെ ചര്യ മറന്നിട്ട് ഹജ്ജ് നടത്തിയവരെ, അല്ലെങ്കിൽ ഇബ്രാഹീമിൻ്റെ ചര്യയെ മറന്നുകൊണ്ട് ഹാജിമാരെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരെ, ഹാജിമാർ കൊണ്ടുതരുന്ന അവരുടെ ഓർമ്മകൾ, അവരവിടെ നിന്ന് കൊണ്ടുവരുന്ന അവശിഷ്ടങ്ങളിൽ, അതിൻ്റെ അനുഗ്രഹങ്ങളിൽ ഭാഗം ചേരാൻ വേണ്ടി ശ്രമിക്കുന്ന സഹോദരങ്ങളെ, അവർ കൊണ്ടുവരുന്ന സംസമിൽ തീർച്ചയായിട്ടും അവർ വരും നമ്മിലേക്ക്. ഹജ്ജിൻ്റെ മുഴുവൻ വിശുദ്ധികളുമായി, ഇബ്രാഹീമിൻ്റെ മുഴുവൻ ഓർമ്മകളുമായി, അവിടുത്തെ മാതൃകകളുമായി നമ്മിലേക്ക് അവർ വന്നു ചേരുക തന്നെ ചെയ്യും. അവർക്ക് തീർച്ചയായും ഇബ്രാഹീമിൻ്റെ വഴികളെ പിന്തുടരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാ വരവ്. പക്ഷേ ഇവിടെ വന്നിറങ്ങുന്നതോടുകൂടി, അവർ പിന്നെ വരുന്നത് നമ്മിലേക്കാകുന്നതോടുകൂടി അവർക്കെല്ലാം കൈമോശം വരികയാണ്. കാരണം നമ്മളും മറ്റൊരു സംസ്കാരത്തിലേക്കാണ് അവരെ സ്വാഗതം ചെയ്യുന്നത്. അത് വരാതിരിക്കാൻ നാം ശ്രമിക്കണം. അവരുടെ സംസ്കാരത്തോടൊപ്പം നാം ചേരാനാണ് നാം ശ്രമിക്കേണ്ടത്. ഇനിയുള്ള നാളുകളിൽ ഹാജിമാർ എന്തു കൊണ്ടുവരുന്നോ ആ സംസ്കാരം, ആ ഓർമ്മകൾ, അത് നമ്മോട് പങ്കുവയ്ക്കപ്പെടാൻ അവർക്ക് മുമ്പിൽ നാം കാതോർക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജ്, അല്ലാഹുവേ ഹാജിക്ക് നീ പുറത്തു കൊടുക്ക്. വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജ്, ഹാജി ആർക്ക് വേണ്ടി പൊറുക്കൽ തേടുന്നുവോ അയാൾക്കും പുറത്തു കൊടുക്ക്. എന്താണ് ഈ പറഞ്ഞത്? ഈ വരുന്ന ഹാജി, നാം യാത്രയാക്കി മടങ്ങി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാർ, നമ്മുടെ നാട്ടിൽ അവർ കടന്നു വരുമ്പോൾ അവരൊന്ന് പ്രാർത്ഥിച്ചാൽ, പൊറുക്കൽ തേടിയാൽ നമ്മുടെ പാപം പുറത്തു പോകുന്ന വിധത്തിൽ വിശുദ്ധിയും കൊണ്ട് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന അവരെ നമ്മൾ സ്വാഗതം ചെയ്യുന്ന, നാട്ടിൽ സ്വാഗതം ചെയ്യുന്ന നമുക്ക് ആ ഇബ്രാഹിമിയ സ്മരണകൾ നഷ്ടപ്പെട്ടാൽ 4 ദിവസം കൊണ്ട് അവർ നമ്മളെപ്പോലെയാകും. ആകേണ്ടത് എങ്ങനെയാ? നമ്മൾ അവരെ പോലെയാകാനാണ്. നമ്മളും അവരും ഒന്നുപോലാകുന്ന ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടാൽ അത് ലോകത്ത് വലിയ വിപ്ലവത്തിന് കാരണമാകും. അതുകൊണ്ട് ഹാജിമാരെ സ്വാഗതം ചെയ്യാൻ അവരുടെ സംസമിൽ കണ്ണും നട്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയ്ക്ക് ദീനിലുള്ള പ്രാധാന്യം അറിയണം. ആ ചര്യ മറന്നവരാണ്. യഹൂദികൾക്ക് പിഴച്ചത് അവിടെയാണ്. അവർ ഇബ്രാഹിമിനെ മറന്നത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആർക്ക് പരിശുദ്ധ ഹറമിൽ എത്തിച്ചേരാൻ ആവശ്യമായ യാത്രാ സൗകര്യവും ഭക്ഷണ സൗകര്യാദികളും ഒത്തുകിട്ടി, പാഥേയം ഒരുങ്ങി, എന്നിട്ടും വലം യഹുജ്ജ, അവൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ ഫൽയമുത് യഹൂദിയൻ ഔ നസ്രാനിയ, അവൻ അല്ല യഹൂദിയോ നസ്രാനിയോ ആയി മരിച്ചുപോയി കൊള്ളട്ടെ. എന്താ പറഞ്ഞതിനർത്ഥം? യഹൂദിയും നസ്രാനി ഇബ്രാഹിമിൻ്റെ വഴി മറന്നു. ഇബ്രാഹിമിൻ്റെ വഴിയെ സഞ്ചരിച്ചു പോയ, ഹജ്ജിൻ്റെ ഓർമ്മകളിൽ, ഹജ്ജിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിച്ചു പോകാൻ
വിസമ്മതിക്കുന്നവനാണ് മുസ്ലിമെങ്കിൽ അവനും യഹൂദിയും നസ്രാനിയും തമ്മിൽ വ്യത്യാസമില്ല. ഇല്ല, ഉണ്ടോ? നമുക്ക് വല്ല വ്യത്യാസമുണ്ടോ? നമ്മുടെ ജീവിതവും യഹൂദ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ടോ? നമ്മുടെ ജീവിതവും ക്രൈസ്തവ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമിയ മില്ലത്തിനെ വലിച്ചെറിഞ്ഞ് ഹജ്ജിൻ്റെ പേര് പറഞ്ഞ് പെരുമ നടിക്കുന്നവരായി നാം മാറുന്നതിൻ്റെ ദുരന്തം. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചേലാകർമ്മത്തിൽ തുടങ്ങി. ചെറുപ്പത്തിൽ തന്നെ ചേലാകർമ്മം ഇബ്രാഹിമിയ സുന്നത്തിനെ പിന്തുടർന്ന് ചെയ്ത ഒരു സമൂഹത്തിന് പിന്നെ എങ്ങനെ അതിനേക്കാൾ ചെറിയ ഇബ്രാഹിമിയ മില്ലത്തിനെ മാതൃകകളെ മറക്കാനാകും? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ അത്ഭുതത്തെക്കുറിച്ച് മലയാളത്തിലെ സാഹിത്യകാരൻ സക്കറിയ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ വലിയ ഇഷ്ടമാണ്, ഞാൻ മതത്തിൻ്റെ ആളൊന്നുമല്ല, മുഹമ്മദിൻ്റെ അനുയായിയുമല്ല. പക്ഷേ മുണ്ടുടുക്കുന്നതിൻ്റെ നീളം മുതൽ മുടി മുറിക്കുന്നതിൻ്റെ നീളം വരെ, മീശ മുറിക്കുന്നതിൻ്റെ നീളം വരെ, തുപ്പുന്നതിൻ്റെ രീതി പോലും സ്വന്തം അനുയായികളെ പഠിപ്പിച്ച ഒരു നേതാവിനെ ഞാൻ അദ്ദേഹത്തിൽ കാണുന്നു. മാതൃകയെ റോൾ മോഡലായി ഈ ലോകത്തിൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ ഉയർന്നു നിൽക്കുന്നതാണ് എൻ്റെ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന്. അതുപോലൊരു വ്യക്തിത്വത്തെ ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇബ്രാഹിമിൽ തുടങ്ങിയതാണ്. ഈ മാതൃകകളെ ഇസ്ലാമിക ലോകം എന്ന് വലിച്ചെറിഞ്ഞുവോ അന്നാണ് നമ്മുടെ അപജയം തുടങ്ങിയത്. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകില്ല, ഇതിലൊക്കെയാണോ കാര്യം? രണ്ടാമതെന്താ? ഇസ്തിഹദാദ്, ശരീരത്തിൻ്റെ ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കം ചെയ്യുക, അത് നിങ്ങളുടെ സംസ്കാരമാണ് എന്ന് ഇബ്രാഹിമിയ ചര്യയുടെ ഭാഗമാണ്. നമ്മോട് പറയുകയുണ്ടായി, വഖസ്സുശാരിബി, ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യണം, മീശ വെട്ടി നീക്കുക, മീശ വെട്ടി നീക്കുക, കൊമ്പം മീശ വെക്കലല്ല. ഇബ്രാഹിമിയ സുന്നത്തിനെ ചേലാകർമ്മത്തിലൂടെ പിൻപറ്റിയവർ രണ്ടാമത് മീശ വെട്ടാൻ പറഞ്ഞപ്പോൾ കൊമ്പം മീശ വെച്ചവരായി മാറിയത് ആരെ പിന്തുടർന്നിട്ടാ? നസ്രാനിയ, ജൂതൻ്റെതാണത്, നസ്രാനിയുടേതാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല മാതൃകകളെ നിങ്ങൾക്ക് പിന്തുടരാനാകുന്നില്ലെങ്കിൽ നിങ്ങൾ മോശം മാതൃകകളെ പിന്തുടരുക തന്നെ ചെയ്യും. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. അതുകൊണ്ടാണ് നല്ല മാതൃകകളെ നമ്മുടെ മുമ്പിൽ വിട്ടച്ച് പോയത്. നബിയുടെ മാതൃക, നബിമാരുടെ മാതൃക നിങ്ങൾ തുടർന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ മാതൃകയെ തുടരും. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ജൂതനെ തുടരാനാകുന്നെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൻ്റെ രൂപത്തിൽ ജൂതനെ പോലെയാകാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് മാനസികമായും ജൂതനെ പോലെയാകാൻ മടിയില്ലെന്നാണ് അത് പറയുന്നത്. നിങ്ങളുടെ ഡ്രസ് കോഡുകളിൽ നിങ്ങൾക്ക് നസ്രാനിയെ പോലെയാകാൻ മടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ടും നസ്രാനിയാകാൻ മടിയില്ലെന്നാണ് അത് പറയുന്നത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആര്, ഏതൊരു സമൂഹം ഒരു ജനതയോട് സാമ്യപ്പെട്ടുവോ അവർ അവരുടെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. കാര്യം നിസ്സാരമല്ല. ചര്യകൾ, റോൾ മോഡലുകളെ പിൻപറ്റുക, പ്രവാചകന്മാരുടെ മാതൃകകളെ തുടരുക എന്നത് അത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾ ഒന്നൊന്നായി മാറ്റിവെച്ച, നമ്മൾ ഒന്നൊന്നായി മാറ്റിവെച്ച ആ തിരുചര്യകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ മുസ്ലിം അല്ലാതായി മാറിയതും യഹൂദിയും നസ്രാനിയും പോലെയായി മാറിയതും, ആ സംസ്കാരത്തിൻ്റെ ശരിയായ പ്രതിനിധികളായി മാറിയത്. ഇപ്പോൾ തഖ്ലീമുൽ അദ്ഫാർ, നഖം മുറിക്കുക, നഖം നീട്ടുകയാണല്ലോ ഇന്നത്തെ സംസ്കാരം. ഇസ്ലാമിക സമൂഹമേ, ഇതാണ് ഫിത്രത്തെന്ന്, ഇതാണ് എൻ്റെ പിതാവിൻ്റെ ചര്യ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ള എല്ലാ വ്യാഴാഴ്ചകളിലും പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅയ്ക്ക് ഒരുങ്ങുമ്പോൾ നഖം വെട്ടി, മീശ വെട്ടി ഒരുങ്ങുമായിരുന്നു. തഖ്ലീമുൽ അദ്ഫാർ, നഖം വെട്ടും. വനത്തിഫുൽ ലിബ്ത്ത്, കക്ഷരോമങ്ങൾ പിഴുത് കളയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. അത് പഠിക്കുകയോ അല്ല, പിഴുത് കളയലാണ് സുന്നത്ത്. ഇത് ചെറിയ കാര്യമല്ലേ? അതെ, ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കുന്ന ഈ ചെറിയ കാര്യങ്ങളുമായി ആ പ്രവാചകന്റെ മാതൃകകളെ നിങ്ങൾ ലിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് കൈകൊണ്ട് തൊടാൻ കഴിയാത്ത നിങ്ങളുടെ മനസ്സുകളിലും ആ പ്രവാചകന്റെ ചര്യയോടെ ഇണക്കമുണ്ടാകുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നിടത്ത് നിങ്ങൾ തൊട്ടാൽ, നിങ്ങൾക്ക് തൊടാൻ പറ്റാത്തിടത്ത് ആ പ്രവാചകൻ നിങ്ങളെ ചേർത്ത് പിടിക്കും. ആ വഴി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ആ വഴി നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉലൈകല്ലദീന ഹദല്ലാഹ്, ആ വഴിയാണ് അള്ളാഹു സന്മാർഗം നൽകിയവരുടെ വഴി. ഫബിഹുദാഹു മുഖ്തദിഹ്, ആ വഴിയെ നിങ്ങൾ പിന്തുടരുക, അതാണ് വിജയിച്ചവരുടെ വഴി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ചര്യകൾ നിസ്സാരമായി നമ്മൾ കാണണ്ട. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യകളെക്കുറിച്ച് വീണ്ടും റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസിൽ, ഇവിടെ 5 പറഞ്ഞതെങ്കിൽ മറ്റൊരു ഹദീസിൽ കാണുന്ന അശ്റും മിനൽ ഫിത്ര എന്നാണ്. 10 കാര്യങ്ങളാണ് ഈ ഇബ്രാഹിമിയ പ്രകൃതത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഖസ്സുശാരിബി, മീശ വെട്ടുക, വൈഫാഉൽ ലഹിയ, താടി നീട്ടുക. ഞാൻ ചോദിക്കുന്നത്,
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹജ്ജിൻ്റെ നാളുകളിൽ മാതൃകയാക്കിയെന്ന് അവകാശപ്പെടുന്ന നാം യഥാർത്ഥത്തിൽ ആ ഇബ്രാഹിമിയ മാതൃകയുടെ 7 അയലത്താണോ? നേരെ തിരിച്ചല്ലേ? താടി വടിക്കുക, മീശ നീട്ടുക, അതാരുടേതാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇബ്രാഹിമിൻ്റെ മാതൃകകളെ നാം എടുക്കുന്നില്ലെങ്കിൽ ജൂതൻ്റെ മാതൃകയെ നാം എടുക്കും, നസ്രാനിയുടെ മാതൃകയെ നാം പുണരും. അതുകൊണ്ട് ഈ മാതൃകയെ നിങ്ങൾ എടുക്കുക. എടുത്തപ്പോഴോ താടിയിലും മീശയിലും മാത്രമല്ല എടുത്തേ, മുഴുവൻ എടുത്തു. വീട്ടിലെടുത്തു, കടയിലെടുത്തു, കച്ചവടത്തിലെടുത്തു, തൊഴിലിലെടുത്തു, കല്യാണത്തിലെടുത്തു, മുഴുവൻ സംസ്കാരത്തിലും ജൂതൻ്റെയും നസ്രാനിയുടെയും മാതൃകകളെ പിന്തുടർന്നു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനത. ഭൗതികമായി വളർച്ച കാണിക്കുന്നുവെങ്കിൽ പോലും ആ വളർച്ചയിലും തളർച്ച അനുഭവിക്കുന്ന ഒരു ജനത. ധാർമ്മികമായി അമ്പേ തകർന്നു പോയ ഒരു ജനത. വ്യഭിചാരം സംസ്കാരമാക്കി മാറ്റിയ ജനത. സ്വവർഗരതി ലോകത്തിൻ്റെ സംസ്കൃതിയാക്കി മാറ്റാൻ മത്സരിക്കുന്ന ജനത. മദ്യം എന്ന് പറയുന്ന ലോകത്തെ നശിപ്പിക്കുന്ന മഹാദുരന്തം അവൻ്റെ ശരീരത്തിൻ്റെ മജ്ജയിലും മാംസത്തിലും ഇഴുകിച്ചേർന്ന, അതില്ലെങ്കിൽ ഒരു നിമിഷം നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോയ ഒരു ജനത നമ്മുടെ മാതൃകയായി തീർന്നത് ഇബ്രാഹിമിയ സരണിയെ മറന്നുപോയത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഓർക്കാം എന്നല്ല, തിരിച്ചു നടക്കാം ഈ ഫിത്രയിലേക്ക്. ശരീരത്തിൻ്റെ ബാഹ്യതലങ്ങളിൽ ഇബ്രാഹിമിൻ്റെ ചര്യകളെ, സ്മരണയെ സ്പർശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇബ്രാഹിമിൻ്റെ ചര്യയുണ്ടാകും. അതുകൊണ്ട് ഇബ്രാഹിമിൻ്റെ ചര്യയെ തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തിൻ്റെ ഒരു സംസ്കാരം, നേരത്തെ എണ്ണി പറഞ്ഞ പ്രവാചകന്മാരുടെ വിജയിച്ച സംസ്കാരം, ആ പ്രവാചകന്മാരുടെ ഖബറുകൾ ഞാൻ പോയി കണ്ടു. യഅ്ഖൂബിൻ്റെ ഖബർ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ, അതെല്ലാം ഇന്നും ഇസ്ലാമിക ലോകത്തിന് പ്രിയങ്കരമായതുപോലെ തന്നെ ജൂതനും പ്രിയങ്കരമാണ്. ഹെബ്രോൺ എന്ന് പറയുന്ന ആ മസ്ജിദിൽ അവരുടെ ഖബറുകൾ ഇന്നും എല്ലാ ആദരവോടും കൂടി ജൂതന്മാരുടെ കൈകളെല്ലാം പരിരക്ഷിക്കപ്പെടുന്നുണ്ട്. ആർക്കും അവഗണിക്കാനാവാത്ത നിസ്തുലമായ കുല്ലൻ ഫളൽനാ അലൽ ആലമീൻ, ലോകത്തിൻ്റെ നെറുകയിൽ ഈ മഹാപുരുഷന്മാരെ എല്ലാവിധ മഹത്വത്തോടും കൂടി അവരുടെ ശത്രുക്കളുടെ കൈകൾ കൊണ്ടുപോലും അള്ളാഹു കാത്തു സൂക്ഷിക്കുന്ന ആ വലിയ വിജയത്തിലേക്ക് ആ മഹാന്മാരെത്തിയത് സിറാത്തും മുസ്തഖീം അവർ വലിച്ചെറിയാഞ്ഞതുകൊണ്ടാണ്. അവരുടേതായി നമുക്ക് വിട്ടേച്ചു പോയ ആ ചര്യകളിലുള്ളത് താടി നീട്ടുക, മീശ വെട്ടുക, വസ്സിവാക്ക്, ദന്തധാവനം ചെയ്യുക, പല്ല് തേക്കുക. ഓരോ ദിവസവും 5 നേരം പല്ല് തേക്കാൻ പഠിപ്പിച്ച ഒരു സമുദായമാണിതെന്ന് മറക്കരുത്. സിവാക്ക് പഠിപ്പിച്ച സമുദായം. വായ കൊപ്പിളിക്കൽ ചര്യയാണ് പോൽ. ഇടയ്ക്കിടയ്ക്ക് ഒളുവിൻ്റെ ഭാഗമായി 15 പ്രാവശ്യം നിർബന്ധമാക്കി വെച്ചില്ലേ? 15 പ്രാവശ്യം അത് നിർബന്ധമാക്കി വെച്ചില്ലേ? വഖസ്സുൽ അദ്ഫാർ, നഖം മുറിക്കൽ, നേരത്തെ പറഞ്ഞത് ആവർത്തിച്ചു വരിക. വഖസ്സുൽ ബറാജിം, സന്ധികൾ കഴുകുക, കൈകാലുകളുടെ സന്ധികൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം പോൽ. ഇത് ചര്യയുടെ ഭാഗമാ. വനത്തുഫുൽ ലിബ്ത്ത്, കക്ഷരോമം നീക്കം ചെയ്യുക, ഹൽഖുല്ലാനത്ത്, ഗുഹ്യരോമങ്ങളും. അതോടൊപ്പം ഒന്ന് ഞാൻ മറന്നു, നസീത്തുൽ ആഷിറ ഇല്ലാ അൻ തഖൂനൽ മളമള, അത് വായ കൊപ്പിളിക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. ഇത്തരം കാര്യങ്ങളെ പ്രവാചകന്മാരുടെ ചര്യയുടെ ഭാഗമായി നാം ശ്രദ്ധിക്കാനൊന്ന് തുടങ്ങുമോ? എങ്കിൽ ഇബ്രാഹിം ഈ ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് അരിച്ചരിച്ചിറങ്ങുന്നത് നാം അറിയാതെ കാണാനാകും. അല്ലാത്ത പക്ഷം നാം അല്പാൽപമായി യഹൂദി നസ്രാനി സംസ്കാരത്തിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് അവസാനം ഇസ്ലാം എന്ന് കേൾക്കുന്നത് പോലും നമുക്ക് അലർജിയായി മാറുന്നിടത്തേക്ക് നാം എത്തിച്ചേരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ആ പരിശുദ്ധ ഹജ്ജിൻ്റെ ഓർമ്മകളുടെ അവശിഷ്ടങ്ങളുമായി, സംസമിൻ്റെ വെള്ളവുമായി നമ്മിലേക്ക് ഹാജിമാർ എത്തിച്ചേരാൻ പോകുന്ന നിമിഷങ്ങളിലാണ് നാം ഉള്ളത്. ഹാജിമാർ നമ്മളിലേക്ക് സംസവും കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആ സംസം എന്ന് പറയുന്നത് നമ്മെ പഠിപ്പിക്കുന്നതും ഇബ്രാഹിമിൻ്റെ ചില മാതൃകകളാണ്. അവിടെ കൊണ്ടുപോയി പരിശുദ്ധ മക്കയുടെ താഴ്വാരത്തിൽ പരിശുദ്ധ ഭവനത്തിൻ്റെ ഒരിക്കൽ ഒരു ചെടി പോലും മുളയ്ക്കാത്തിടത്ത് കൊണ്ടുപോയി തൻ്റെ കുഞ്ഞിനെയും ഭാര്യയും ഇട്ടുപോകുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് ആ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ചെയ്ത ഒരു സംഗതിയുണ്ട്. എന്താണ്? ഒരല്പം വെള്ളം, കുറച്ച് കാരയ്ക്ക, കുറച്ചൊരു ഗോതമ്പ് വട്ടിയിൽ ഒരല്പം മാവ്, അത്രയും കൊടുത്തിട്ട് പോവുക. എന്തിനാ അത്രയും കൊടുത്തേ? അത്രയും കൊടുത്തിട്ട് എന്നേക്ക് തിരിച്ചു വരവ് എന്നറിയാത്ത അകലങ്ങളിലേക്ക് ആ കൊടും ചൂടത്ത് അത്യുഷ്ണം നെറുകയിൽ കത്തി നിൽക്കുന്ന ആ മരുഭൂമിയിൽ ഇട്ടേച്ചു പോകുമ്പോഴും ഒരല്പം വെള്ളം കൊടുത്തു, അല്പം കാരക്കയും കൊടുത്തു.
ഒരൽപ്പം മാവും കൊടുത്തു. എന്തിന്? കൊടുക്കാൻ അത്രേ പറ്റുള്ളൂ. പറ്റുന്നത് കൊടുത്തിട്ട് ബാക്കി അള്ളയെ ഏൽപ്പിക്കുക. തവക്കുലിൻ്റെ പാഠമാണത്. സംസം പുറകെ ഉറവ് പൊട്ടാനിരിക്കുന്നു. പക്ഷെ അത് ഇബ്രാഹീമിന് അറിയില്ലല്ലോ പണ്ടേ ആ സംസം ഉറവ് പൊട്ടാൻ പോകുന്നുവെന്ന്. പക്ഷെ തനിക്കാവുന്നത് അള്ള കൽപ്പിച്ചത് താൻ ചെയ്യുകയാണ്. ആവുന്നത് അവർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയാണ്. തവക്കുലിൻ്റെ വലിയ പാഠമാണ് സംസം നമുക്ക് തരുന്നത്. ഒക്കുന്നത്രയും വെള്ളം അവർക്ക് കൊടുക്കുക, ഒക്കുന്ന ഭക്ഷണവും ഏർപ്പാട് ചെയ്യുക, ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിച്ചാൽ അള്ളാഹു അവരെ കൈവിടില്ല എന്ന് പഠിപ്പിച്ച അത്ഭുത നീരുറവിയുമായി അതിൻ്റെ ഓർമ്മകളുമായി അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് നാം ഇവിടെ ഉളുഹിയത്ത് അറുത്തു. അവർ നമ്മോട് ചേരാത്ത ഒരു കർമ്മമായിരുന്നു അത്. ഇനി അവരുടെ കൈകളിൽ നിന്ന് ആ മഹാപ്രവാചകന്റെ ഓർമ്മകളെ, മാതൃകകളെ അനുധാവനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ആ ത്യാഗത്തിൻ്റെ മഹാപ്രതീകമായി ഇന്നും നിലനിൽക്കുന്ന അത്ഭുതം നദിയായി ഒഴുകുമായിരുന്നു. സംസം എന്ന് റഹിമല്ലാഹു ഹാജിർ, അള്ളാഹു ഹാജിറിന് കരുണ ചെയ്യട്ടെ. അവർ സംസം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് പുഴയായി ഒഴുകുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. കാലം ഇത്രയായി ഉറവ പറ്റാത്ത അത്ഭുതത്തിൻ്റെ ആ നിർധരിയിൽ നിന്ന് ഇന്നും വെള്ളവുമായി നമ്മിലേക്ക് വരും. ആ വെള്ളം കുടിക്കുമ്പോൾ അതിന് കുറേ അദബുകളുണ്ട്. കുടിക്കേണ്ടതുപോലെ കുടിക്കണം, ആദരവോടെ കുടിക്കണം. അത് ഷിഫയാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതെല്ലാം ഓർത്തുകൊണ്ട് സംസം അവരിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന ഇബ്രാഹിമിൻ്റെ മാതൃകകളെ മുഴുവൻ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, എന്തൊക്കെയാണോ ഇബ്രാഹിമിനെ സ്വീകരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വ്യവസ്ഥകളായി പറയപ്പെട്ടിരിക്കുന്ന പ്രകൃതി ഗുണങ്ങൾ, ഈ പറയപ്പെട്ട ഗുണങ്ങൾ വേണ്ടെന്നൊരു മനുഷ്യന് തോന്നുമ്പോൾ മനുഷ്യപ്രകൃതിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞാൽ ഫിത്ര, മനുഷ്യപ്രകൃതി 10 എണ്ണത്തിലുണ്ടെന്ന്. നഖം വെട്ടണ്ട എന്ന് പുതിയ തലമുറ വേണോ? നീളുകയാണ് ഇങ്ങനെ. മനുഷ്യത്വം എപ്പോൾ നഷ്ടപ്പെടുന്നോ നഖം വെട്ടണ്ട എന്നവന് തോന്നും. മുടി മുറിക്കേണ്ടതുപോലെ മുറിക്കാതിരിക്കുമ്പോൾ മനുഷ്യത്വം ചോർന്നു പോകും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ജൂതനെ നസ്രാനിയെ സമുദായം ഇബ്രാഹിമിനെ മറക്കുമ്പോൾ പിൻപറ്റും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്അ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്അ് വിലക്കി എന്ന് പറഞ്ഞാൽ മുടിയുടെ ചില ഭാഗം വടിച്ച് ചില ഭാഗം വളർത്തുന്ന ആ പ്രവണതയെ റസൂലുള്ളാഹി തടഞ്ഞു. ഖസ്അ് ക്രോപ്പ് ചെയ്യുക എന്ന് നമ്മൾ പറയുമായിരുന്നു മുമ്പൊക്കെ. ഹറാമാണെന്ന് സമുദായത്തിന് അറിയാമായിരുന്നു. ഇന്ന് മുഴുവൻ മുസ്ലിം മക്കളെയും കുഞ്ഞു മക്കളെ രക്ഷകർത്താക്കൾ കൊണ്ടുപോയി ഇവിടം വടിക്കും, ഇവിടം വെക്കും, അല്ലേ? വലിയവരും ഇവിടം വടിക്കുക. ആരെ പിൻപറ്റി? ആരാ നിങ്ങളിത് പഠിപ്പിച്ചേ? അതിലെന്ത് ഭംഗിയാണല്ലേ? പക്ഷെ എന്തുകൊണ്ട്? ജൂതൻ ചെയ്തു, ഞാനും ചെയ്തു. ഞാൻ ഇസ്രായേലിൽ പോയി, ജൂതൻ അങ്ങനെ തന്നെ, ജൂതനാണ് തുടങ്ങി തന്നെ. ജൂതൻ ചെയ്തു, ഞാനും ചെയ്തു. നസ്രാനി ചെയ്തു, ഞാനും ചെയ്തു. ഞാൻ ചെയ്തു എന്നല്ല, എൻ്റെ മക്കളെയും ഞാൻ ചെയ്യിച്ചു. ഹറാമാണെന്ന് പുണ്യ റസൂൽ പറഞ്ഞ മുടി മുറിക്കലൊന്നും നിസ്സാര കാര്യമല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ. നമ്മുടെ ഡ്രസ് കോഡുകൾ നിസ്സാര കാര്യമല്ല. അതൊരു സംസ്കാരത്തിൻ്റെ വാഹകനാണ്. ഇബ്രാഹിമി ആ സംസ്കാരത്തെ കൊതിക്കുന്നവർ അത് തുടരുക തന്നെ വേണം. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ആ ഇബ്രാഹിമിൻ്റെ ഈമാനും സംസ്കാരവുമാണ്. അള്ളാഹു നമുക്ക് തിരിച്ചറിവുള്ള ഒരു സമുദായമാക്കി മാറ്റി തരുമാറാകട്ടെ. അതല്ലേ ഈ സമുദായം. ഇന്ന് ആരെ പിൻപറ്റുകയാണ്? പറഞ്ഞതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എത്ര ശരി. നിങ്ങൾ ഇബ്രാഹിമിനെ പിൻപറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പിൻപറ്റുക ജൂതനെയാകും, നസ്രാനിയെയാകും. അതല്ലേ നമുക്കിന്നാകുന്നുള്ളൂ എന്നാലോചിക്കാൻ കൂടി ഇതൊരവസരമാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റബ്ബ് തആല പലപ്പോഴും നമ്മൾ പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ പറയാൻ പലപ്പോഴും കേൾക്കാൻ പലപ്പോഴും ഇഷ്ടപ്പെടാത്ത ഇത്തരം ചില കാര്യങ്ങൾ ഉമ്മത്തിൻ്റെ അടിസ്ഥാന അപജയത്തിൻ്റെ നിദാനമായി വർത്തിക്കുന്നു എന്ന കാര്യം നിങ്ങളോട് പറയുക എന്ന ബാധ്യതയാണ് ഞാൻ നിർവഹിക്കുന്നത്. അള്ളാഹു തിരിച്ചറിഞ്ഞ് ശരിയായി പ്രവർത്തിക്കാനും ഇബ്രാഹിമിയ മില്ലത്തിനെ സരണിയെ പിന്തുടരാനും പടച്ചതമ്പുരാൻ നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ.